സൗദി അറേബ്യയിലേക്ക് ഇനി വിസ കിട്ടാൻ വൈകും. ഇന്ത്യ അടക്കം 14 രാജ്യങ്ങൾക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സൗദി. മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. എന്നാൽ സൗദി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുള്ള ഈ നീക്കം മലയാളികൾക്കും നിരാശാജനകമാണ്. സൗദിയുടെ ഈ കടുത്ത നടപടിക്ക് പിന്നിലെ കാരണം എന്താണ്? വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എങ്ങനെ വന്നു? ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്? വിശദമായി പരിശോധിക്കാം. ഉംറ, ബിസിനസ്, കുടുംബ സന്ദർശന വിസകൾ അനുവദിക്കുന്നതിനെയാണ് ഇപ്പോഴത്തെ നിയന്ത്രണം ബാധിക്കുന്നത്. അൾജീരിയ, ബംഗ്ലാദേശ്, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, മൊറോക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, സുഡാൻ, ടുണീഷ്യ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിസ നൽകുന്നത് നിർത്തിവച്ചിരിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടന വേളയിൽ പ്രതീക്ഷിക്കുന്ന വൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യ സർക്കാർ വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ശരിയായ രജിസ്ട്രേഷൻ ഇല്ലാതെ വ്യക്തികൾ ഹജ്ജിന് പോകുന്നത് തടയുക എന്നതും ഈ നടപടിയുടെ ലക്ഷ്യമാണെന്ന് അധികൃതർ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് ദുരന്തം ആവർത്തിക്കാതിരിക്കാനാണ് ഈ പുതിയ തീരുമാനം. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വിസ നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷത്തെ ഉംറ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 13 ഹജ്ജ് കാലാവധി അവസാനിക്കുന്നത് വരെ കൂടുതൽ ഉംറ വിസകൾ നൽകില്ല. ചില വിദേശ പൗരന്മാർ ഉംറയിലോ സന്ദർശന വിസയിലോ സൗദി അറേബ്യയിൽ എത്തുന്നുണ്ടെന്നും ഹജ്ജിൽ പങ്കെടുക്കാൻ നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. സുഗമവും സുരക്ഷിതവുമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിനുള്ള ഒരു നടപടി മാത്രമായിട്ടാണ് ഈ നീക്കം ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും നയതന്ത്ര കാര്യങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ശരിയായ അനുമതിയില്ലാതെ ഹജ്ജ് നിർവഹിക്കുന്നവരോ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുന്നവരോ ആയ ആർക്കും രാജ്യത്ത് പ്രവേശിക്കുന്നതിന് 5 വർഷത്തെ വിലക്ക് നേരിടേണ്ടി വരുമെന്ന് സൗദി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ പട്ടികയിൽ ഉൾപ്പെട്ടത്? ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കാനായി ചിലർ വന്ന് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇന്ത്യയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമുള്ള നിരവധി യാത്രക്കാർ ഉംറ സന്ദർശന വിസയിലോ രാജ്യത്ത് പ്രവേശിച്ച് തുടർന്ന് കൃത്യമായ രജിസ്ട്രേഷൻ നടത്താതെ ഹജ്ജിൽ പങ്കുചേരാൻ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ ചെലവഴിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ പലരും പങ്കെടുത്തത് 2024 ഹജ്ജ് വേളയിൽ 1200 മരണങ്ങളിലേക്ക് നയിച്ച തിക്കിനും കനത്ത ചൂടിനും കാരണമായെന്ന് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. ഉംറ വിസകൾ നൽകുന്നതിനുള്ള അവസാന തീയതി 2025 ഏപ്രിൽ 13 ആയിരിക്കുമെന്നും സൗദി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഹജ്ജ് സീസൺ അവസാനിക്കുന്നതുവരെ ഈ 14 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഇത്തരത്തിലുള്ള പുതിയ വിസകൾ അനുവദിക്കില്ല. ഹജ്ജ് തീർത്ഥാടനം അവസാനിക്കുന്നതിനോടനുബന്ധിച്ച് ജൂൺ പകുതി വരെ നിയന്ത്രണം നിലനിൽക്കുന്നുണ്ടെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാ വർഷവും അംഗീകൃത ഹജ്ജ് പെർമിറ്റിന് തുക താങ്ങാൻ കഴിയാത്ത 10,000 ആളുകൾ അനൌദ്യോഗിക വഴികളിലൂടെ തീർത്ഥാടനത്തിൽ പങ്കുചേരാൻ ശ്രമിക്കുന്നുണ്ട്. ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത 1.8 ദശലക്ഷം പേർക്ക് ലഭ്യമായ എയർ കണ്ടീഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ അവർക്ക് അനുവദിച്ചിരുന്നില്ല. അതിനാൽ രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകർ കടുത്ത താപനിലയിൽ ദുർബലരായി. വർഷങ്ങളായി ഹജ്ജ് വേളയിൽ നിരവധി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 2015 തിക്കിലും തിരക്കിലും പെട്ട് 2300 പേരാണ് മരിച്ചത്. ഇതൊക്കെയാണ് ഇപ്പോൾ വിസ നിയന്ത്രണം ഏർപ്പെടുത്താനുണ്ടായ കാരണങ്ങൾ.